നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു ആകാശഗംഗ സ്റ്റേജ് ഡാൻസർ ഒരുപാട്. സ്റ്റേജ് ഡാൻസറിന്റെ ഉദ്ദേശം എന്താ? സ്റ്റേജ് ഡാൻസർ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയല്ലല്ലോ അതിനെ പറയാ, പെർഫോമർ എന്ന് പറയണം. കട്ട് ചെയ്യണേ. പെർഫോമർ. ശരിക്കും ഇതിലേത് ശരണ്യ റിയല്? ബിഗ് ബോസിലെ ശരണ്യാണോ, സിനിമ നടി ശരണ്യാണോ, ഡാൻസർ ശരണ്യാണോ, ഏത് ശരണ്യ റിയല്? ശരണ്യ എന്ന് പറഞ്ഞത് ബിഗ് ബോസ് ശരണ്യ എന്ന് പറഞ്ഞ ആള് ഇത് എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരാളാണ് ശരണ്യ. അതെ, നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആക്ഷൻ എന്ന് പറഞ്ഞ ആക്ട് ചെയ്യും, നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് സ്റ്റെപ്സ് എല്ലാം പഠിപ്പിച്ചാൽ ഡാൻസ് കളിക്കും, വീട്ടിൽ പോയാൽ നല്ല കുടുംബിനിയാവും, സെറ്റിൽ പോയാൽ നല്ല പ്രൊഫഷണൽ ആവും, ബിഗ് ബോസിൽ പോയാൽ ഒറിജിനൽ ആവും. എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും അല്ലേ? എന്നെ ഏൽപ്പിക്കുന്ന ജോലിയല്ല, ഞാൻ എവിടെയുണ്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ മാറും. ദാറ്റ് ഈസ് മൈ ഇൻഡിവിജ്വൽ ക്യാരക്ടർ. എന്റെ ഒരു സിഗ്നേച്ചർ ഞാൻ പതിപ്പിക്കും എവിടെ പോയാലും. പതിപ്പിക്കും, ഒരു മാറ്റവും. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞായിരുന്നല്ലോ, ഐ വോണ്ട് ടു ക്രിയേറ്റ് ശരണ്യാസ് ലെഗസി. പക്ഷെ ശരണ്യ ചിന്തിക്കേണ്ട ഒരു ബിഗ് ബോസ് ഷോ ശരണ്യെ പോലെ മിണ്ടാതിരിക്കുന്ന വ്യക്തികൾക്കുള്ളതാണോ? അവിടെ നിന്ന് കൂട്ടിത്തല്ല്, തമ്മിലിടി, അതല്ലേ ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റന്റ്? ലാലേട്ടൻ പറയുന്നത് എന്താ? എല്ലാം വീക്കിലി വന്നിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന വരക്കിടാൻ മാത്രമാണോ? അല്ല, അങ്ങനെയല്ലേ ചോദിക്കുന്നത്? ആണോ? എന്റെ ചോദ്യം ഇപ്പൊ പ്രേക്ഷകർക്ക് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറില്ല. വീക്കിലി എപ്പിസോഡില് ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന എന്താ? മാത്രമല്ല, അല്ല പറ, സ്നേഹ സൗഹൃദം എല്ലാം കൂടെ വേണം. അപ്പൊ ആ സൗഹൃദം ശരണ്യ കാണിച്ചു ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ശരണ്യെ പലപ്പോഴാണെങ്കിൽ പോലും ശരണ്യ അങ്ങനൊന്നും പൊട്ടിത്തെറിക്കത്തില്ല. പക്ഷെ തെറിച്ചാ തെറിക്കും. ആണോ? ആണ്. ആ ഒരു പൊട്ടിത്തെറി ശരണ്യക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? എന്നെ ട്രിഗർ ചെയ്യാൻ വളർന്ന ആരും ഇല്ലായിരുന്നു അവിടെ, ഞാൻ എന്ത് ചെയ്യണം? ഇനിയും കുറച്ച് ദിവസങ്ങൾ കിട്ടിയിരുന്നു ചെയ്യുമായിരുന്നു. എന്നെ ട്രിഗർ ചെയ്താ ഞാൻ പൊട്ടിത്തെറിക്കും. എന്നെ ട്രിഗർ ചെയ്യാൻ കഴിവുള്ള അവിടെ ആൾക്കാർ കുറവായിരുന്നു. അതെന്റെ പ്രശ്നമാണോ? ആണോ അളിയ? അല്ലളിയ. പക്ഷെ ട്രിഗർ ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ദിവസം പിടിച്ചിരിക്കുമായിരുന്നു? പിടിച്ചു നിൽക്കില്ല, പൊട്ടിത്തെറിക്കും. അത് ഇത്ര ദിവസം ഒന്നൊന്നുമില്ല. ശരണ്യയുടെ മാക്സിമം ദേഷ്യം എത്ര ടൈം ഉണ്ട്? എന്റെ മാക്സിമം കുടഞ്ഞിരിക്കും ആണല്ലേ. പക്ഷെ ബിഗ് ബോസ് ആയതുകൊണ്ട് ചെയ്യത്തില്ലായിരിക്കും, കൺട്രോൾ ചെയ്യുമായിരിക്കും. തെറി വിളിക്കത്തൊന്നുമില്ല. അത് നമുക്ക് കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്ര നീറ്റായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി വേറെ ഇല്ല. സീസൺ 6 ശരണ്യ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചിരിച്ചു നിൽക്കുന്നു. മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും പുറമെ പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ് ശരണ്യ. പക്ഷെ ശരണ്യ എന്ന് പറയുന്ന പേര് ഇന്നും ജനങ്ങൾ കാണുന്നത് ഡ്രസ്സിങ്ങിലാ. അതായത് ഡ്രസ്സ് ഇട്ട് എക്സ്പോസ് ചെയ്യുന്ന ശരണ്യെ ആളുകൾ കാണുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ? തിരിച്ചു ചോദിക്കൂ, 65 ദിവസം ശരണ്യ ഇരുന്നത് എക്സ്പോസ് ഡ്രസ് ഇട്ടിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചേ. ഞാൻ എന്നോടോ? ഞാൻ ശരണ്യല്ല, അജിനാണല്ലോ. അല്ല, ഒന്ന് ചോദിച്ചു നോക്കുക. എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ശരണ്യ എല്ലാ ദിവസം എക്സ്പോസ്ഡ് ഡ്രസ് ആണോ? ഇനി ചോദ്യം വരും, എല്ലാ ദിവസവും അല്ല. എക്സ്പോസ്ഡ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ എക്സ്പോസ്? ശരണ്യ കാണിച്ചത് എന്താണോ അതാണ് എക്സ്പോസ്. എന്താണ് മറ്റ് കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്തത് ശരണ്യ അവിടെ കാണിച്ചു. അതിന്റെ കഴിവല്ലേ? മറ്റേ കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്ത വ്യത്യാസമായിട്ട് നിന്ന് അതിന്റെ കഴിവാണ്. അതിന് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, ആ കഴിവാണോ ഡ്രസ്സിങ്ങിലൂടെ കാണിച്ചത്? ഏത് ഡ്രസ് ആണെന്നും കൂടി പറയണം. സാരിയിൽ എക്സ്പോസ്ഡ് ആണോ, അതോ ലെഹങ്കയിൽ എക്സ്പോസ്ഡ്, അതോ ജിംവെയറിലാണോ? അപ്പൊ എടുത്തു പറയണം ജിംവെയർ. എല്ലാം ഡ്രസ് എന്ന് പറയണം, എല്ലാം ഡ്രസ് എന്ന് പറയരുത്. ജിംവെയറിൽ നമുക്ക് എക്സ്പോസ്ഡ് തോന്നി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ശരണ്യോട് ചോദിക്കുന്നത്, ആ ജിംവെയർ ഇട്ടത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആയിരുന്നു? അപ്പൊ ആൻസർ പറയട്ടെ? പറയണല്ലോ. റെഡി ആണല്ലോ? തീർച്ചയായിട്ടും. നമ്മുടെ ബിഗ് ബോസില് ഒരു സ്മോക്കിംഗ് റൂം എന്ന് പറഞ്ഞ റൂം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സ്മോക്ക് ചെയ്യുന്ന നല്ല കാര്യമാണോ? നല്ല കാര്യമല്ല. സ്മോക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യത്തില്ല. നല്ല കാര്യമല്ലല്ലോ. അത് എത്ര പേര് കാണുന്നുണ്ട്? ഈ കുട്ടികൾ. ഒരു മിനിറ്റ്, എന്റെ ചോദ്യം അതല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ എന്റെ അവസരം ആണല്ലോ. ആണോ? എന്നാൽ ഇതൊന്ന് ക്ലിയർ ചെയ്യണം, അല്ലെ ആൾക്കാർ പറയും ശരണ്യ വലിക്കുമെന്ന്. അത് ആ എപ്പിസോഡ് കാണുന്നവർക്ക് അറിയാം, ഞാൻ വലിക്കത്തില്ല. അങ്ങനത്തെ സ്വഭാവങ്ങളോ എനിക്കില്ല. അപ്പൊ അതിലേക്ക് ഇനി കൊണ്ടുപോയി എത്തിക്കണ്ട, അത് അവിടെ നിൽക്കട്ടെ.
ഓക്കെ. അപ്പൊ ഞാൻ ആ സ്മോക്കിംഗ് റൂമില് സ്മോക്ക് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ കാണുന്നുണ്ട്, ലേഡീസ് കാണുന്നുണ്ട്, ജെന്റ്സ് കാണുന്നു, എല്ലാരും കാണുന്നുണ്ട്. അതൊരു നല്ല ഒരു മെസ്സേജ് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതെ അതെ ആണല്ലോ. അപ്പോ എന്നിട്ടും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ അത് കാണുന്നുണ്ട്. ഓക്കെ. അപ്പം ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ അവിടെ ഇട്ടത് ജിം വെയർ ആണ്. ഓക്കെ. എന്റെ ഏതെങ്കിലും പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിരുന്നോ? എന്റെ ചോദ്യത്തിന്റെ എന്റെ ഇങ്ങനെ ചെയ്താൽ വേണ്ടി വരും. ശരണ്യ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ശരണ്യ ഇട്ടേക്കുന്ന ജിം സൂട്ട് ഉണ്ടല്ലോ, എക്സ്പോസ് തന്നെയായിരുന്നു. പുറമെ ഒന്നും കാണത്തില്ലെങ്കിലും കാണുന്നുണ്ടായിരുന്നോ? ശരിക്കും അതിലും കാണുമായിരുന്നു. അതും കൂടി ചെയ്തുതരാം. അല്ല, ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് പറയുന്നില്ല. കുട്ടികള്, കുടുംബ പ്രേക്ഷകര്, ഇവരെല്ലാം ഉന്നിക്കുന്ന അല്ല ഇവരെ എല്ലാം പ്രേക്ഷകർ കണ്ണുകൊണ്ട് കാണുന്ന ഷോ ആണോ ബിഗ് ബോസ്? അതെ അതെ, അതന്നെ എന്റെ ചോദ്യം. ഈ സ്മോക്കിംഗ് ഒക്കെ എല്ലാം കാണുന്ന ആൾക്കാരും കൂടി ഉണ്ടല്ലോ ബിഗ് ബോസ്. അത് തെറ്റാണെങ്കിൽ ഇതെന്തുകൊണ്ട് തെറ്റായിക്കൂടാ? ഇത് തെറ്റല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, എന്റെ പോയിന്റ് പറയാം. ജിമ്മില് നമ്മൾ ബിഗ് ബോസ് ഹൗസില് മോർണിംഗ് നിങ്ങള് ഫുൾ ഡേ ഇരുന്ന് കാണുമല്ലോ. അപ്പൊ നമുക്ക് ഒരു ഡേയില് 3 ടാസ്ക് ചെയ്യാനുണ്ട്. നമ്മൾ ആ ടാസ്കിന്റെ കൂടെ തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യണം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം, നമ്മൾ വീട്ടിലത്തെ ആക്ടിവിറ്റീസ് ചെയ്യണം, എല്ലാം ചെയ്യണം. അത് അതിന്റെ ഇടയ്ക്ക് മുട്ട കയറ്റണ്ട അവിടെ. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ഇനിയിപ്പോ ടാസ്ക് വരുമ്പോ വീണ്ടും തുണി മാറുക, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ വീണ്ടും തുണി, ഇന്നുള്ള ഗ്യാപ്പോ സമയമൊന്നും ഇല്ല. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാ സമയമുണ്ട്? അവരൊന്നും ഇടുന്നില്ല ജിം വെയർ. അവരിടുന്ന തുണി കൊണ്ട് തന്നെ അവർക്ക് ഓക്കെയാണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി 3 വർഷം കൊണ്ട് സ്റ്റൈൽ ഐക്കോണിന്റെ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ സ്റ്റൈൽ റിപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കേരളത്തിലല്ല, എനിക്ക് ഇനി എവിടെ പോയാലും എനിക്ക് എന്റേതായിട്ടുള്ള മാർക്കും സ്റ്റൈലിങ്ങില് ഫാഷനിൽ ഒരു വലിയ സ്റ്റൈലിംഗ് കൊണ്ടുവരാനും അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ഞാനുള്ളത്. ഒരു മിനിറ്റ്, എനിക്ക് കിട്ടുന്ന ഏത് അവസരവും ഞാൻ എന്റെ ദൈവം തരുന്ന അവസരമായിട്ട് അത് ഞാൻ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് മൈ സ്കിൽ. എവിടെ പ്ലാറ്റ്ഫോം കിട്ടിയാലും ഞാൻ യൂസ് ചെയ്തു. ഞാൻ പറയട്ടെ, ഇവിടെ വന്നില്ല. നിങ്ങൾക്ക് ഇനി ഇത് എക്സ്പോസ് എന്ന് പറയാലോ. ഇത് എക്സ്പോസ് അല്ല. ആ ജിം വെയർ എക്സ്പോസ്ഡ് ആണ്. ഒന്ന് പറഞ്ഞു തീർക്കട്ടെ സഹോദര, നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പൊ ജിം വെയർ ഇടാൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഫ്ലെക്സിബിലിറ്റി, എനിക്ക് മൂവ്മെന്റ്സ്, എനിക്ക് ആക്ടിവിറ്റീസിനൊക്കെ അതാണ് എന്റെ കംഫർട്ട് സോൺ. ഓക്കെ. അതിന്റെ കൂടെ തന്നെ ഒരു ദിവസം തന്നെ 3 ടാസ്കുകൾ, ഇപ്പൊ എനിക്ക് അതൊക്കെയാണ് കംഫർട്ട് സോൺ. ഇനി പല ആൾക്കാരുടെ കാഴ്ചപ്പുറത്താണ് ഇത് ഇഷ്ടപ്പെടുന്ന മെജോറിറ്റി ആൾക്കാരുണ്ട്. ജിം വെയർ ഇട്ട് ജിം ചെയ്യുന്ന ലേഡീസും ജെന്റ്സും ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഇത്രയുള്ള ഷോർട്സ് ആണുങ്ങൾ അവിടെ ഇട്ട് നടന്നപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇപ്പം ജിം ചെയ്യേണ്ട സമയമല്ലേ, ആ സമയത്ത് ഷോർട്സ് ഇട്ടാൽ മതി, പിന്നെ നിങ്ങൾക്ക് മറ്റേ ലുങ്കിയോ എന്താന്ന് വെച്ചിടാന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആണുങ്ങൾക്ക് എന്ത് വേണം? അയ്യോ, മനുഷ്യന്മാർക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ശരണ്യ ഇട്ട ഡ്രസ്സിൽ ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു അത് എക്സ്പോസ്ഡ് അല്ല. കാണുന്ന ഓരോ പ്രേക്ഷകർക്കും എക്സ്പോസ് ആണ് കാണുന്നത്. ഒരു കോസ്റ്റ്യൂം സ്കിൻ ഫിറ്റ് ആയെങ്കിൽ അത് എക്സ്പോസ്ഡ് അല്ല. ഓപ്പൺ ആണെങ്കിൽ ദാറ്റ് വിൽ ബി എക്സ്പോസ്ഡ്. ഞാൻ അതിലും ഭേദം ഓപ്പൺ ആയിരുന്നു. അത് നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ, എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. എന്റെ അല്ല, ഓരോ കമന്റിലും ആയിക്കോട്ടെ. അത് ഞാൻ പറയട്ടെ, ഈ പറയുന്നവർക്ക് 2 വേയിലും തിങ്ക് ചെയ്യാം. ജിം വെയർ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം, ജിം വെയർ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവാം. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ ആൾക്ക് ഇനിയുള്ള ഓരോ തലമുറകൾക്കും തുണി വെച്ച് നിങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി തന്നെ എടുത്തോട്ടെ, ഒരു മോഡേൺ ഡ്രസ് ഇട്ട അവള് പോക്ക്. നോ, താങ്കളല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവെ പറയാം. ഒരു പെൺകുട്ടി മോഡേൺ ഡ്രസ് ഇട്ടാൽ അവര് കൊള്ളത്തില്ല. ഒരു പെണ്ണ് സാരി ഉടുത്ത് അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് അല്ലെങ്കിൽ ദാവണി ഉടുത്ത പെർഫെക്റ്റ്. ആ കോൺസെപ്റ്റ് ഒക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അന്ധകാലം. ഇനിയുള്ള തലമുറകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് തുണിയും കാര്യങ്ങളിലുമല്ല, ഓരോ ഇൻഡിവിജ്വൽ. ജിം വെയർ മാത്രം പിടിച്ചു താങ്ങിക്കൊണ്ടിരിക്കുന്ന അജിയോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ,
ഇപ്പൊ സിഗരറ്റിന്റെ കാര്യം പറഞ്ഞു, കുട്ടികൾ കാണുന്നത് തന്നെ, ഞാനതില്ലെന്ന് പറയുന്നില്ല. എക്സ്പോസ് ചെയ്യുന്ന ജിംബെയർ ശരണ്യക്ക് ഇല്ലായിരുന്നെങ്കിൽ എക്സ്പോസ് അല്ല അളി, അത് ആദ്യം മനസ്സിലാക്കൂ. എക്സ്പോസ് ആണ്, എക്സ്പോസ് ആണ് ചങ്കെ, അല്ല ആണ് ചങ്കെ, അല്ല ചങ്കയാണ്. അല്ല ഓക്കെ, എക്സ്പോസ് ഉള്ള ഡ്രസ് ഇനി എക്സ്പോസ് അങ്ങ് മാറ്റി വെക്കും. മാറ്റിക്കോ. ജിംബെയർ ശരണ്യക്ക് ഇല്ലായിരുന്നെങ്കിൽ ശരണ്യ 65 ദിവസം പിടിച്ചു നിൽക്കുമായിരുന്നു. തീർച്ചയായും. ഞാൻ ഒരു കാര്യം പറ്റേ, ഈ 65 ദിവസം ആ ജിം തുണിയിട്ട് മാത്രം ബാങ്കട കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നോ ശരണ്യ? എന്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു? ഞാൻ അവിടെ എന്തൊക്കെ ചെയ്തു അറിയാമോ? ഓരോ ഈ പവർ റൂമിൽ കയറിയായിരുന്നോ ഞാൻ? ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഞാൻ പവർ റൂമിൽ കയറിയായിരുന്നോ? പവർ റൂം ഉള്ളത് കൊണ്ടാണ് 65 ദിവസം പിടിച്ചു നിന്നത്. എന്റെ ചോദ്യം അതാണ്, പവർ റൂമിൽ ഞാൻ കയറിയായിരുന്നോ? പവർ റൂമിൽ കയറണമെങ്കിൽ നമ്മൾ ടാസ്ക് ചെയ്യണം. അതെ, ഇൻഡിവിജ്വൽ ടാസ്ക്. ഞാൻ ഒന്ന് പോലും തോറ്റിട്ടില്ല. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെണ്ണുങ്ങളിൽ ഏറ്റവും ബെസ്റ്റ്, പെണ്ണുങ്ങളല്ല ആണുങ്ങൾക്ക് ടക്കറായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഇനി ഇൻഡിവിജ്വൽ ടാസ്ക് അല്ലാതെ ഈ സീസൺ എന്ന് പറഞ്ഞ ഒരു ടീം വർക്ക് ആയിരുന്നു. ഒരിക്കലുമല്ല ടീം വർക്ക് ആയിരുന്നു അളിയ. ഡെൻ എന്ന് പറഞ്ഞ എന്തുവാ? എന്ന് പറഞ്ഞ എന്തുവാ? എന്ത് പേര്? അതിനകത്ത് എല്ലാരും കൂടി ടീം വർക്കാ ചെയ്യുന്നത്. എല്ലാം ടാസ്ക് ടീം ടാസ്കാ. ടീം ജയിക്കുമ്പോഴല്ലേ ഈ പവർ റൂമിൽ പോകുന്നത്. ടീം വർക്ക് ആയതുകൊണ്ട് എപ്പിസോഡ് കണ്ടിട്ടില്ല.